അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള റീൽസിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി മാറിയിട്ടുള്ള നമ്മുടെ കോഴിക്കോട് മാത്രം കിട്ടുന്ന കൂന്തൽ നിറച്ചൊരു വിഭവം ഇപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നേക്കുവാണ് കോഴിക്കോട്. അപ്പോൾ ഞാൻ പലർക്കും അറിയാൻ എൻ്റെ വീട് കോഴിക്കോടാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇടുക്കിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ റീൽസൊക്കെ കാണുമ്പോൾ അതുപോലെ ഞാൻ അന്നേ വീട്ടിൽ നിന്ന് വിചാരിച്ചിരുന്നു പോയിട്ട് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പലരും ഭയങ്കരം പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് അവസ്ഥയിലാണെന്ന് നമുക്കറിയില്ല. നമ്മൾ പോയി കഴിച്ചാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളൊന്നിനും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കഴിച്ചിട്ടല്ല നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ പറയും. അപ്പോൾ ഇതിപ്പോൾ കിട്ടുന്ന സമയം ഏകദേശം 6 മണിയാകും. വൈകിട്ട് 6 മണിയാകുമ്പോഴേത് അവിടെ കട തുറന്നിട്ടുണ്ട്. പക്ഷെ 6 മണിയാകുമ്പോഴേത് നമുക്ക് കിട്ടത്തുള്ളൂ വിഭവം. അപ്പോൾ നമുക്കവിടെ പോയി കഴിക്കാം. കഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സത്യം പറയുവാണെങ്കിൽ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേക്കെ അതുവഴി പോകുമ്പോൾ സാധനം ഇവിടെ കണ്ടായിരുന്നു, കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ അന്നെങ്ങാണ്ട് 30 രൂപ 35 രൂപ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു വില. ഇപ്പോൾ എന്താ വില എന്ന് എനിക്കറിയില്ല, സത്യസന്ധമായി പറയുവാണെങ്കിൽ വില അറിയത്തില്ല. പോയി കഴിച്ച് കിട്ടുവാണെങ്കിൽ, അതായത് ഇപ്പം അത്രയും തിരക്കാണ് അവിടെ. ഇങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആളുകൾ മൊത്തം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി കഴിച്ചിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ ഞാനത് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എന്താണെന്ന് ഞാൻ പറയാം. റിവ്യൂ മീൻസ് അല്ലെങ്കിൽ നല്ലതാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് വരെ പോയിട്ട് വരാം, കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് പോയി കഴിച്ചിടാം. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് മെയിൻ ബീച്ചാട്ടോ, നമ്മുടെ മെയിൻ ബീച്ചാണത്. അപ്പോൾ ഈ സാധനം ഉള്ളത് സൗത്ത് ബീച്ചിലാണുള്ളത്. അപ്പോൾ നമുക്ക് സൗത്ത് ബീച്ചിൽ പോയിട്ട് നോക്കാം അവിടെ ഉണ്ടോ ഇല്ലേ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ഈ സമയത്താണ് അവിടെ സാധനം ഉണ്ടാവാറ്. ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. 6 മണി അവിടെ കൂടി അവിടെ സംഭവം നമുക്ക് ഓക്കെ ആവും. നമുക്കവിടെ പോയിട്ട് എങ്ങനെയാണ് ഉണ്ടെന്നുള്ളതൊക്കെ അറിയാം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ എന്തായാലും ഹൈപ്പുള്ള സാധനമല്ലേ, ഹൈപ്പുള്ള സാധനം നമുക്കൊന്ന് കഴിച്ചു നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും പോയി നോക്കാം എങ്ങനെയാണ് ഏത് അവസ്ഥയിൽ വരെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളെ സൗത്ത് ബീച്ചിൽ കണ്ണമ്പറമ്പ് പള്ളിയുടെ ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ സാധനം നമുക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മോമോ മാഫിയാണ്. അതിൻ്റെ ഈ അകത്താണ് ഇതുള്ളത്. ഇപ്പോൾ തിരക്കൊന്നുമില്ല, ഇപ്പോൾ കാലിയാണ് ഈ പറഞ്ഞ കൂന്തലുള്ളത്. അപ്പോൾ ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, പാർസലായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി കഴിച്ചിട്ട് ഇതാണ് കൂന്തൽ. ഇത് ഒരു പീസ് വന്നിട്ട് 80 രൂപയാണ്. ഈ ഒരു പീസിന് 80 രൂപയാണ് വില പറയുന്നത്. ഇതിൻ്റെ 40-ൻ്റെ ഉണ്ട്, ഇതിനേക്കാളും ചെറുത്. അപ്പോൾ ഇനി കഴിച്ചു നോക്കിയിട്ട് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ക്രൗഡൊന്നുമില്ല കേട്ടോ, പഴയ ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ ഇതിനകത്ത് എന്നൊക്കെ വരുന്നതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്, ഇതിനകത്ത് റൈസ് ഉണ്ട് കേട്ടോ, റൈസ് ഉണ്ട്, പിന്നെ തേങ്ങയുണ്ട്, പിന്നെ ഇവരുടെ പ്രത്യേക ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു അഡിക്റ്റ് ആയിട്ടുള്ള വൺ ടൈം കഴിക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോകാം, അത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ. ഇത് അല്ലാണ്ട് വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും വൺ ടൈം നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഒരു പീസിന് 80 രൂപയാണ്. ഈ ഒരു ചെറിയൊരു പീസിന് 80 രൂപയാണ്. അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവരും കേട്ടോ.